കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ സാമുവൽ പുതുപ്പാടിയെ തിരുമേനി സെന്റ് മേരീസ് ഇടവകയും തിരുമേനി പൗരാവലിയും ചേർന്ന് അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ ജോയി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ സാമുവൽ പുതുപ്പാടിയെ തിരുമേനി സെന്റ് മേരീസ് ഇടവകയുടെയും പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ ജോയി ഉദ്ഘാടനം ചെയ്തു. പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രതന്ത്രത്തിൽ രാഷ്ട്ര മീമാംസയിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ്. ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറാണോ, ചികിത്സിക്കാനുള്ള ഡോക്ടറാണോ? ചികിത്സിക്കാനുള്ള ഡോക്ടറല്ല. എന്നാൽ പിന്നെ ചികിത്സിക്കാനുള്ള ഡോക്ടർ അല്ലെങ്കിൽ ചികിത്സിക്കാനുള്ള ഡോക്ടർക്ക് ഇഞ്ചക്ഷൻ വെക്കുന്ന നേഴ്സുമാരെ പറ്റി, ആരോഗ്യരംഗത്തെ എല്ലാ കാര്യങ്ങളെ പറ്റി പഠിക്കണം. അത്രമാത്രം വിലയില്ലാത്ത ഒരു ഡോക്ടറേറ്റ് ആണോ ഇത് എന്നും തോന്നാം. എന്നാൽ അച്ഛൻ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ തന്നെ പി ജിക്ക് ഡിഗ്രി കഴിഞ്ഞ് MA കഴിഞ്ഞ് അതിന് 55% നമ്മളിങ്ങനെ കൃത്യം കറക്കിക്കുത്തി മാർക്ക് മേടിച്ചവർക്കൊന്നും ജയിച്ച് അവിടെ കിട്ടുന്ന സംഗതിയല്ല. ഡോക്ടറേറ്റ് 55%. ബിനോയ് ഈന്തലാങ്കുഴി, സിസ്റ്റർ അമൃത SIC, അനീഷ് പുലിക്കോട്ട്, KD പ്രവീൺ, വത്സമ്മ മയിലാടുംപാറ, ഫാദർ ഡോൺ ബോസ്കോ പുറത്തെ പുതുകാട്ടിൽ, സണ്ണി പതിയിൽ, സിജോ കുഴിക്കാല എന്നിവർ സംസാരിച്ചു. മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഡയറക്ടറും CEOയുമായി സേവനം ചെയ്യുന്ന ഫാദർ സാമുവൽ പുതുപ്പാടി തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൻ്റെ വികാരി കൂടിയാണ്. അപ്പോഴാണ് വിശ്വാസ സമൂഹത്തിൽ ഇന്ന് തകർച്ച ഉണ്ടായത്. അത് എന്തുകൊണ്ടാണ് കാരണം? അപ്പോഴാണ് ഒരു കൾച്ചറൽ ഡിക്ലൈൻ. ഈ സമൂഹത്തിൽ ഇവരെ വിദ്യാഭ്യാസപരമായി കുറച്ചൊക്കെ അവർക്ക് ഉന്നതി പ്രാപിച്ചു. ഒരു കൂട്ടത്തിന് ശേഷം പിന്നെ സാമൂഹികപരമായ വളർച്ചയുണ്ടായി, അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടായി, രാഷ്ട്രീയമായ നേട്ടങ്ങളുണ്ടായി. പക്ഷേ അവരുടെ സംസ്കാരം താഴെപ്പോയി. അവർ യഥാർത്ഥ തനിമയാകുന്ന സംസ്കാരം താഴെപ്പോയി. എനിക്ക് തോന്നുന്നു, ഞാനത് പ്രവീണുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രവീണ് ചിലപ്പോൾ അത് ബോധ്യപ്പെട്ടുകയാണ്. ഒരു ട്രൈബൽ സംസ്കാരം, അതൊരു തനിമയുണ്ടായിരുന്നു. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തനിമയുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തനിമയുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാം മായം ചേർന്നു. കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയത്. ന്യൂസ് ബ്യൂറോ, തിരുമേനി. സ്വർണം പണയം വെക്കുക, കൂടിയ തുക വാങ്ങുക, എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ. കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം. മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം. സ്വർണ്ണ പണയത്തിന്മേൽ EMI തവണ വ്യവസ്ഥ സൗകര്യവും 25 വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും. കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ട് കുറഞ്ഞ തുക ലോൺ എടുക്കണം. 1 പവൻ സ്വർണത്തിന് 48,000 രൂപ വരെ വായ്പ നൽകും. ഗ്രാമിന് 6,000 രൂപയും. സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സിലേക്ക് വന്നോളൂ. ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ്, ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ, ബ്രാഞ്ച് ചെറുപുഴ. മൊബൈൽ 9495 953 291 9961 370 822.